പുതിയ സർക്കാർ വി ഡി സതീശൻ അവരുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൽ കൂടുതലും ജനപ്രിയ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം ഇതുവരെ ചെയ്തില്ല. ഇനി ഭരണകൂടം അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കയ്യടി കിട്ടുന്ന കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പളം മാത്രമല്ല, ശമ്പളത്തിലൊന്നും ചെയ്തിട്ടില്ല. അതേസമയം പെൻഷൻ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടും എന്നൊരു വിഷയമുണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. സുപ്രീം കോടതി വരെ വലിയ തർക്കവും വിവാദമൊക്കെ ആയി. അതെന്താണ് 2 വർഷം ഇരുന്നാൽ കൊടുക്കും. അതിനകത്ത് വേറൊരു വിഷയം കൂടെ പറഞ്ഞിരുന്നു. പക്ഷേ അത് സത്യവുമായി പുലബന്ധമുള്ള കാര്യമല്ല. കാരണം ഏതൊരു മന്ത്രിസഭ വന്നാലും ആദ്യത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ ആദ്യത്തെ മാസത്തിൽ പേഴ്സണൽ സ്റ്റാഫിന് വച്ചാൽ അത് അവർ 25 പേരെയാണ് വയ്ക്കുന്നത്. അതിൽ കുറച്ച് പേര് ഡെപ്യൂട്ടേഷനിലായിരിക്കും, കുറച്ച് പേര് കരാർ ഉദ്യോഗസ്ഥരായിരിക്കും. അത് വീട്ടിലും കുറച്ച് പേര് കാണും, കുറച്ച് പേര് ഓഫീസിൽ കാണും. അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഗൺമാൻ ഉൾപ്പെടെ, PA ഉൾപ്പെടെ, പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ കുറേ പേര് കാണും ഇതിനകത്ത്. മന്ത്രിമാർക്ക് അങ്ങനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇല്ല, മുഖ്യമന്ത്രിക്കാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റാഫ് കാണും. അപ്പോൾ ഈ സ്റ്റാഫിന് 2 വർഷം കഴിഞ്ഞാൽ അവരെ മാറ്റി ആളുകളെ വയ്ക്കുന്ന രീതിയൊന്നുമില്ല. കഴിവുള്ള ആളുകളെയാണ് വയ്ക്കുന്നത്. മാത്രമല്ല അവർ എല്ലാ കാലവും മന്ത്രിയാകുമ്പോൾ കൂടെ ഉള്ളവരാണ്. അവർ 5 വർഷവും ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 5 വർഷം വരത്തിലെ മന്ത്രിസഭ മാറി വരുമ്പോൾ 2 വർഷത്തെ കുറച്ച് പേര് പെൻഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അവരെല്ലാം മാറ്റി വീണ്ടും 2 വർഷത്തെ അങ്ങനെയൊന്നും ഇരുത്തുന്ന രീതിയൊന്നുമില്ല. പക്ഷേ അത് ചില സ്ഥലങ്ങളിൽ 1-2 കേസ് അങ്ങനെ വന്നിട്ടുണ്ടാവാം. പക്ഷേ അല്ലാതെ സമ്പൂർണ്ണമായി വരുന്നവർ 5 വർഷം തന്നെയാണ് തുടരുന്നത്. എന്തായാലും 5 വർഷത്തിലേക്കുള്ള മന്ത്രിസഭയിൽ 2 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ 2 വർഷം കഴിഞ്ഞ് പുതിയ ആളിന് കൊടുക്കാം. അതിപ്പോൾ മാറി 4 വർഷമാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ 2 വർഷം അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞ് പെൻഷൻ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ആ വർഷത്തിൽ 3-ാമത്തെ വർഷത്തിൽ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ 2 വർഷം പൂർത്തിയായി 3-ാം വർഷത്തിൻ്റെ ഒരു ദിവസം 5 ദിവസം കൂടെ ജോലി ചെയ്തിട്ട് പുറത്തിറങ്ങിയാൽ 3 വർഷം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അത് മതിയാക്കി 4 വർഷം സമ്പൂർണ്ണമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇനി പെൻഷൻ കിട്ടുകയുള്ളൂ എന്നതാണ് പുതിയ രീതിയായി വന്നിരിക്കുന്നത്. അപ്പോൾ 4 വർഷം അതിനകത്ത് വേണം. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തലത്തിലാണ് പെൻഷൻ പ്രായക്കാരുടെ രീതികൾ വരുന്നത്. കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ 25ഓളം സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യാം. അതിൽ കുറച്ച് പേർ കരാർ ഉദ്യോഗസ്ഥരായിരിക്കും, കുറച്ച് പേർ ഡെപ്യൂട്ടേഷനിൽ വരുന്നവരായിരിക്കും. എന്തായാലും സുപ്രീം കോടതി ഉൾപ്പെടെ വലിയ ഇടപെടൽ നടത്തിയ ഒരു വിഷയത്തിലാണ് കയ്യടി കിട്ടുന്ന ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോൾ അവർ രാത്രിയും പകലുമില്ലാതെ എപ്പോഴും മന്ത്രിമാരെ 24 അവേഴ്സ് റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്നവരാണ്. ഞായറും ശനിയും തിങ്കളും ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ടീമാണ്. കാരണം അവർക്ക് മിനിസ്റ്റർ ഇരിക്കുന്ന അത്രയും സമയം ഓഫീസിലുണ്ടാവും. സ്റ്റാഫ് ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ അതിരാവിലെ വരും, ചിലപ്പോൾ ഹോളിഡേയ്സിൽ വരും. കണ്ടിജൻസി പീരീഡ് ആണെങ്കിൽ വല്ലാത്തൊരു തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ്. അല്ലാതെ മന്ത്രി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ സാധാരണ 10 മണി തൊട്ട് 5 മണി വരെ ഇരിക്കുന്ന ഒരു ജോലിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ ചെയ്യുന്ന ജോലിയെ ഒരു അർത്ഥത്തിൽ കണക്കാക്കി ആയിരിക്കാം ഈ പെൻഷൻ സ്കീമൊക്കെ ഇങ്ങനെ വന്നത്. എന്തായാലും പെൻഷൻ സ്കീം ഏർപ്പെടുത്തിയതും വളരെ താമസിച്ചാണ്. പണ്ടൊന്നും പെൻഷൻ ഇല്ലായിരുന്നു, ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പെൻഷൻ സ്കീം കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും പെൻഷൻ സ്കീമിൽ 4 വർഷം കഴിഞ്ഞാൽ മാത്രമേ പെൻഷൻ കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാലേ 5 വർഷം കാണും. സ്റ്റാഫ് കയറി കഴിഞ്ഞാൽ അവർ 5 വർഷത്തേക്കും ഗവൺമെൻറ്റിൽ കാണാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രമാണ്. അതേസമയം നേരത്തെ 2 വർഷം ആരെങ്കിലും ഇരുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലിനി മാറ്റമൊന്നും വരുത്തുന്നില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞല്ലോ. ഇപ്പോൾ പുതിയ ആളുകൾക്കാണ്, ഈ ഗവൺമെൻറ്റിൽ വരുന്ന പുതിയ പേഴ്സണൽ സ്റ്റാഫിലാണ് ഈ 4 വർഷത്തെ നിബന്ധന വരുന്നത്. അതേസമയം പല ആളുകളും നേരത്തെ മന്ത്രിമാരായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരായിരിക്കും. UDFൻ്റെ കഴിഞ്ഞ മന്ത്രിസഭകളിൽ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന പല ആളുകളും ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 3-4 പെൻഷൻ കിട്ടുമോ അതെനിക്കറിയത്തില്ല. അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യത്തെയും പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് പെൻഷൻ ഒന്നല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും കൃത്യമായി പെൻഷൻ കിട്ടും. അപ്പോൾ പെൻഷൻ സംബന്ധിച്ച് ഇതാണ് കാര്യം. പിന്നെ അത് കരാർ ഉദ്യോഗസ്ഥർക്കാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. മറ്റവരെ സംബന്ധിച്ചിടത്തോളം, ഡെപ്യൂട്ടേഷൻകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിലും പെൻഷൻ ഉണ്ടാവുമല്ലോ. കരാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സർക്കാർ ഒരു സേവനം നടത്തിയിട്ട് അവർക്കൊരു ചെറിയ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതും മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 4000 രൂപ 10000 രൂപയ്ക്ക് താഴെയുള്ള ഒരു കഥയാണ് ഉള്ളത്. അല്ലാതെ മറ്റേ ശമ്പളത്തിന് ആനുപാതികമായ പെൻഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പെൻഷൻ അല്ല ഇതൊരു ടോക്കൺ മണിയാണ് പലർക്കും കൊടുക്കുന്നത്. എന്തായാലും വളരെ കൃത്യമായി ഇത് നടക്കുന്നു. മന്ത്രിമാരുടെ സ്റ്റാഫിൽ ആളുകളെ എടുത്തുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഇപ്പോൾ 20 പേരായി. മറ്റ് സ്റ്റാഫുകളെ എടുത്തുകൊണ്ടിരിക്കുന്നു. മിക്കവാറും മന്ത്രിമാർക്ക് പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടുണ്ട്. മറ്റ് സ്റ്റാഫിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു വാർത്ത പുറത്ത് വന്നത്. ഇത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഒരു കയ്യടി കിട്ടുന്ന, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കയ്യടി കിട്ടുന്ന പരിപാടിയാണ്. ഗവൺമെൻറ് ഇതൊരു വിവാദ വിഷയം കൂടെ ആയതുകൊണ്ട് അത് തീർച്ചയായും 2 വർഷം എന്നുള്ളത്
4 വർഷമാക്കിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള കരാർ പുസ്തകത്തിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ഒരു ബെനിഫിറ്റ് ആണല്ലോ. അവർക്ക് 2 വർഷം കഴിഞ്ഞ് മാറേണ്ട ഏതെങ്കിലും ഇപ്പോൾ അസുഖമായിട്ടോ ഏതെങ്കിലും തരത്തിൽ മാറേണ്ട സാഹചര്യം വന്നാൽ അവർക്ക് ചിലപ്പോൾ പെൻഷൻ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതൊരു വലിയ വിഷയം തന്നെയാണ്. ജോലി ചെയ്തിട്ട് പിന്നെ വേറെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർക്ക് കിട്ടും, ഇനിയിപ്പോൾ 2 വർഷമുള്ളവർക്ക് കിട്ടൂല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അനാമലി വരും അതിനകത്ത്. പക്ഷേ എന്തായാലും കൊടുത്തു തുടങ്ങിയൊരു ആനുകൂല്യം നിർത്തണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായവും എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ വളരെ വിവാദമായതുകൊണ്ട് സുപ്രീം കോടതിയൊക്കെ അതിനകത്ത് ഇടപെട്ടു, ഗവർണർ ഇടപെട്ടു. അങ്ങനെ വലിയ വിവാദവും തർക്കമൊക്കെ വന്നപ്പോൾ എന്തായാലും അതിലൊരു തീരുമാനമായിരിക്കുന്നു. 4 വർഷമായാൽ മാത്രമേ പേഴ്സണൽ സ്റ്റാഫിന് എന്ത് കിട്ടുകയുള്ളൂ, പെൻഷൻ കിട്ടുകയുള്ളൂ. അതും ഞാൻ ഈ പറഞ്ഞ പോലെ സമ്പൂർണ്ണ പെൻഷനൊന്നുമല്ല, കരാർ ഉദ്യോഗസ്ഥർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഡെപ്യൂട്ടേഷൻകാർക്ക് അല്ലാത്ത അവരുടെ ഡെപ്യൂട്ടേഷനിലുള്ള അവർ ഒറിജിനൽ ഓർഗനൈസേഷൻ സ്ഥാപനത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പെൻഷനാണ് അവർക്ക് കിട്ടുക. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം.